എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡന്റ് മാത്രമല്ല, അത് കാരണം ഉണ്ടായിട്ടുള്ള പരിഹരിക്കപ്പെടാത്ത ഒരുപാട് പ്രോബ്ലംസിന്റെ ഒരു ലൂപ്പാണ്. ഈ ട്രോമ നമ്മുടെ ഉള്ളിൽ ഒരുപാട് വേദനകളും ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകളും ഒക്കെ ബാക്കി വെക്കും. അത് മാത്രമല്ല, നമ്മുടെ തോട്ട്സിലേക്കെല്ലാം നുഴഞ്ഞിറങ്ങിയിട്ട് നമ്മുടെ ഹാപ്പിനെസിനെയും പീസ് ഓഫ് മൈൻഡിനെയും ഒക്കെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചേക്കുക, എത്രങ്ങാനും നെഗറ്റീവ് തോട്ട്സ് ആണ്, ട്രസ്റ്റ് ഇഷ്യൂസ് ആണ്, ഇൻസെക്യൂരിറ്റീസ് ആണ് ഈ ട്രോമ കാരണം ഓരോ ആൾക്കാർക്കും ഉണ്ടാവുന്നത്. ഒരാൾ കാരണം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് കാരണം വേറൊരു മനുഷ്യൻ അയാളെ ഹോൾ ലൈഫ് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ ട്രോമ ലൂപ്പിൽ നിന്ന് റിക്കവർ ആവുക എന്ന് പറയുന്നത് കുറച്ച് ടഫാണ്. എന്നിരുന്നാലും ഈ ട്രോമയുടെ ഉള്ളിൽ കുടുങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യന് ഒരിക്കലും ഇതിന്ന് പുറത്ത് കടക്കണം എന്ന് വിചാരിക്കാതെ ഇതിന്റെ ഉള്ളിൽ തന്നെ നിൽക്കാന്ന് വിചാരിച്ചാലോ? ട്രോമയുടെ എക്സിസ്റ്റൻസിനെ അക്സെപ്റ്റ് ചെയ്ത് അതിനെ ഓവർകം ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ റെസ്പോൺസിബിലിറ്റി ആണ്. എന്താണ് നമ്മളെ ഹേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് അതിന് റിക്കവർ ആവാൻ വേണ്ടതെല്ലാം ചെയ്തിട്ട് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ട്രോമയിൽ നിന്ന് ഹീൽ ആവുക എന്നുള്ളത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല, അതൊരു പ്രോസസ്സാണ്, ജേർണി ഓഫ് ലൈഫ്. നമ്മളോട് നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ള കഥകളെല്ലാം തിരുത്തി പറഞ്ഞിട്ട് ഓരോ വേദനകളെയും ഹീൽ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ജേർണി. നമ്മുടെ മെന്റൽ ഹെൽത്തും പീസ് ഓഫ് മൈൻഡും ഹാപ്പിനെസ്സും ഒക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിക്കുന്നവരെ പിന്നീട് നമ്മുടെ അടുത്തേക്ക് അടുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഓൾവേസ് റിമെമ്പർ ദാറ്റ് നിങ്ങളെ പോലെ ട്രോമ അനുഭവിക്കുന്നവരും ഈ ട്രോമ ലൂപ്പ് തകർത്ത് മുന്നേറാൻ ആഗ്രഹിച്ച് അതിന് ശ്രമിക്കുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ ട്രോമ ലൂപ്പിനെ തകർത്തുകൊണ്ട് നമുക്ക് മുന്നേറാൻ സാധിക്കട്ടെ, സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയട്ടെ. പ്രൊഫഷണൽ സപ്പോർട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി.